ഇന്ത്യ റഷ്യ ബന്ധത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനായി വ്ളാഡിമിർ പുടിൻ ഡൽഹിയിൽ നിന്ന് വൈകുന്നേരം എത്തും. ലോകമെമ്പാടുമുള്ള ശ്രദ്ധ ഇപ്പോൾ ഡൽഹിയിലാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഉന്നതതല നയതന്ത്രം, സുപ്രധാന കരാറുകൾ, റഷ്യൻ പ്രസിഡന്റിന് ചുറ്റുമൊരുക്കുന്ന 5 ലെയർ സുരക്ഷാ വലയം, ഇതിനെല്ലാം തന്നെ വേദിയായി മാറുകയാണ് ന്യൂഡൽഹി. 24 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന പുടിന്റെ ഈ അതിവേഗ സന്ദർശനം ഇന്ത്യ റഷ്യൻ ഉഭയകക്ഷി ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടക്കുന്ന 23ാമത് വാർഷിക ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പുടിൻ വരുന്നത്. 2021 ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. തിരക്കിട്ട നയതന്ത്ര ചർച്ചകളാണ് ഈ സന്ദർശനത്തിന്റെ മുഖമുദ്ര. പ്രധാനമന്ത്രി മോദി ആതിഥേയത്വം വഹിച്ച സ്വകാര്യ അത്താഴ വിരുന്നായിരിക്കും ആദ്യം പുടിന് നൽകുക. തുടർന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് പുടിനും മാത്രം പങ്കെടുക്കുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള യോഗം നടക്കും. ശേഷം രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം, രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പണം എന്നിവ നടക്കും. തുടർന്ന് ഹൈദരാബാദ് ഹൗസിൽ പ്രതിനിധിതല ചർച്ചകൾ, ഭാരത മണ്ഡപത്തിൽ ബിസിനസ് ആശയവിനിമയം, റഷ്യൻ മാധ്യമ പ്രവർത്തനങ്ങളുടെ സാധ്യതയുള്ള ഉദ്ഘാടനം എന്നിവ ഉൾപ്പെടുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന വിരുന്നോടെ സന്ദർശനം സമാപിക്കും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു നയതന്ത്ര മാരത്തോൺ പൂർത്തിയാക്കുകയാണ് ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ ഉച്ചകോടിയിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ 10 സുപ്രധാന അന്തർദേശീയ കരാറുകളിലും ഏകദേശം 15 വാണിജ്യ ധാരണാപത്രങ്ങളിലും ഒപ്പുവെക്കുമെന്നാണ് സൂചന. ഇരു രാജ്യങ്ങളും തങ്ങളുടെ പ്രത്യേകവും വിശേഷാധികാരമുള്ളതുമായ തന്ത്രപ്രധാനമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഈ കരാറുകൾ സഹായിക്കും. പ്രധാനമായും ഈ ഉടമ്പടികൾ ഈ മേഖലകളിലാണ്: വ്യാപാരം, ഊർജം, പ്രതിരോധം, ആണവ സഹകരണം, ആരോഗ്യം, കൃഷി, മാധ്യമങ്ങൾ, സാംസ്കാരിക കൈമാറ്റം, ഇന്ത്യൻ തൊഴിലാളികൾക്ക് റഷ്യയിൽ തൊഴിലവസരം ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഉടമ്പടി കൂടി ഇതിൽ ഉൾപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ട്. നിലവിലെ ആഗോള സംഘർഷങ്ങൾക്കിടയിലാണ് പുടിന്റെ സന്ദർശനം എന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഊർജ്ജ സുരക്ഷയും പ്രതിരോധ സഹകരണത്തിന്റെ തുടർച്ചയും ഉറപ്പാക്കുന്നതിന് നിർണായകമാണ് ഈ കരാറുകൾ. റഷ്യ ആകട്ടെ ഏഷ്യയിലെ തങ്ങളുടെ പങ്കാളിത്തം സ്ഥിരപ്പെടുത്താനും പുതിയ വിപണികൾ കണ്ടെത്താനും ശ്രമിക്കുന്നു. തന്ത്രപരമായ സ്വയംഭരണാധികാരം ഉറപ്പിക്കാനും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ ഭാവി സഹകരണം രൂപപ്പെടുത്താനും ഇരു രാജ്യങ്ങൾക്കും ഈ ഉച്ചകോടി നിർണായകമാണ്. റഷ്യൻ പ്രസിഡന്റിന്റെ സുരക്ഷയ്ക്കായി ന്യൂഡൽഹി സുരക്ഷാ സേനയുടെ ഒരു കോട്ടയായി തന്നെ മാറിയിരിക്കുകയാണ്. അഭൂതപൂർവമായ 5 ലെയർ സുരക്ഷാ വലയമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 1ാം വലയം ഡൽഹി പോലീസ് മർദ്ദ സൈനിക വിഭാഗങ്ങൾ, ഏറ്റവും ബാഹ്യമായിട്ടുള്ള വലയമാണിത്. 2ഉം 3ഉം വലയങ്ങൾ NSG പ്രത്യേക തീവ്രവാദ വിരുദ്ധ യൂണിറ്റുകൾ. 4ാം വലയം AI പിന്തുണയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, ഫേഷ്യൽ റെക്കഗ്നിഷൻ ക്യാമറകൾ, ജാമറുകൾ എന്നിവ ഉപയോഗിക്കുന്നു. 5ാം വലയം റഷ്യൻ പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി സർവീസ്, ഇന്ത്യയുടെ SPGയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു ഒരു വലയമാണിത്. കൂടാതെ പുടിന്റെ കവചിത ലിമോസിനും മുൻകൂട്ടി സുരക്ഷ ഉറപ്പാക്കിയ യാത്രാ റൂട്ടുകളും ഒരുക്കിയിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ 24 മണിക്കൂർ കൂടിക്കാഴ്ച പ്രതിരോധം, ഊർജം, വ്യാപാരം, തൊഴിൽ രംഗം എന്നിവയിൽ നിർണായകമായ പുരോഗതികൾ നൽകുമോ എന്നും അടുത്ത ദശകത്തേക്കുള്ള ഇന്ത്യ റഷ്യ പങ്കാളിത്തത്തെ ഇത് പുനർനിർവചിക്കുമോ എന്നും ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 8 മലയാളം.